പരിശ്രമിച്ച് പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കണം. വീണ്ടും വീണ്ടും ശ്രമിക്കണം. ജയിക്കുന്നതുവരെ ശ്രമിക്കണം. വിജയിക്കണമെങ്കിൽ അതിജീവിക്കണം. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി വേണ്ടിവരുന്ന കാലത്തോളം പ്രവർത്തിക്കാനുള്ള കഴിവ് തീർച്ചയായും നേട്ടങ്ങൾ നൽകുന്നതാണ്. കോമ്പൗണ്ടിങ്ങിലൂടെ വർഷങ്ങൾ ആഗ്രഹങ്ങളുടെ വളർച്ചയ്ക്കായി നൽകണം. ഇത് പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചെയ്യുന്ന ജോലികളുടെയും ബന്ധങ്ങളുടെയും കാര്യത്തിലും സത്യമാണ്. സഹനശക്തിയാണ് പ്രധാനം. നമ്മുടെ സ്വന്തം വ്യക്തിത്വം പലപ്പോഴായി മാറുമെന്ന കാര്യം കണക്കിലെടുത്ത് ഓരോ ഘട്ടത്തിലും സന്തുലിതാവസ്ഥ കാത്തുസൂക്ഷിക്കുന്നത് പ്രധാനമാണ്. ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ നല്ലത് സംഭവിക്കാനുള്ള സാധ്യത നമുക്കനുകൂലമാണ്. അതിനിടയിൽ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും നല്ലതിനാണ് മുൻതൂക്കം എന്ന വിശ്വാസമാണ്. പുരോഗതി ശ്രദ്ധിക്കപ്പെടാത്ത വിധം സാവധാനത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ തിരിച്ചടികൾ വേഗത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കും. വളർച്ച ധാരാളം സമയം ഉപയോഗിച്ച് കോമ്പൗണ്ടിങ്ങിലൂടെ മാത്രമേ നടക്കൂ. പരാജയം ആത്മധൈര്യക്കുറവ് മൂലവും സംഭവിക്കാം. ലോകത്തിൽ ഏറ്റവും മൂല്യമുള്ള കറൻസിയാണ് സമയം. നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതൊന്നും നിനക്ക് നഷ്ടപ്പെടുകയുമില്ല. നേട്ടങ്ങൾ തേടിയുള്ള വെപ്രാളം പിടിച്ച ഓട്ടം വേണ്ടെന്ന് വെച്ച് സ്വന്തം മനസമാധാനത്തിനായി പ്രവൃത്തികളെ ക്രമപ്പെടുത്തുന്നതാണ് യഥാർത്ഥ വിജയം. സമയത്തിന്റെ കോമ്പൗണ്ടിങ്ങിന്റെ ആദ്യ നിയമം അനാവശ്യമായി അതിനെ തടസ്സപ്പെടുത്തരുത് എന്നതാണ്. ജയം എന്നത് ദൈനംദിന ശീലങ്ങളുടെ ഫലമാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. പരിഹരിക്കപ്പെടേണ്ട ആഗ്രഹങ്ങളുടെ ഒരു ശ്രേണിയായി ജീവിതത്തെ കാണുകയും അവയെ പരിഹരിക്കുകയും ചെയ്യണം. കച്ചവടമാണ് നിന്റെ ഏറ്റവും വലിയ സഹായി. ആത്മവിശ്വാസം തിരികെ പിടിക്കാനും വിൽപ്പനയിലെ കഴിവ് തേച്ചുമിനുക്കാനും അത് സഹായിക്കും. പാതിവഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു ഉഴപ്പൻ ഒരിക്കലും വിജയിക്കില്ല. ഒരു വിജയി ഒരിക്കലും പാതിവഴിയിൽ കാര്യങ്ങൾ ഉപേക്ഷിക്കില്ല. ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പരാജയം. പ്രതീക്ഷയുടെ കുറവ്. നമ്മൾ മിക്കവരും നന്നായി തുടങ്ങുന്നവരാണ്, എന്നാൽ അവസാനിപ്പിക്കുന്നതിൽ മോശക്കാരും. എല്ലാത്തിനും ഇത് ബാധകമാണ്. അതുമാത്രമല്ല, ചെറിയ പരാജയങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കുന്നു. അതിൽ നിന്ന് പിന്മാറുന്നു. അത് ശരിയല്ല.